എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിന് കീഴിലുള്ള ധനകാര്യ സ്ഥാപനമായ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിന് കീഴിൽ ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിന് കീഴിലുള്ള TRCയിലെ വിവിധ തസ്തികകളിലെ ജോലി ഒഴിവുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. 55 വയസ്സ്, 40 വയസ്സ് തുടങ്ങിയ പ്രായപരിധി പറഞ്ഞിട്ടുള്ള തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 80,000 രൂപ വരെ ശമ്പളം ലഭിക്കുന്ന തസ്തികയുമുണ്ട്. നമുക്ക് ഈ തസ്തികകളെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം. വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഈ തസ്തികകളെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നോക്കാം. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിന് കീഴിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് കേരള സർക്കാരിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേനയാണ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിന് കീഴിലുള്ള TRC അഥവാ ടെക്നിക്കൽ റിസോഴ്സ് സെന്ററിലേക്കാണ് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ കരാർ അടിസ്ഥാനത്തിൽ വിവിധ തസ്തികകളിൽ നിയമിക്കുന്നത്. TRCയിൽ കൺസൾട്ടന്റ്, 2 വ്യത്യസ്ത ട്രേഡുകളിലുള്ള ജൂനിയർ കൺസൾട്ടന്റ് തസ്തികകളിലേക്കാണ് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2025 നവംബർ 12 വൈകിട്ട് 5 മണി വരെയാണ്. CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇനി ഓരോ തസ്തികയിലേക്കും അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ നോക്കാം. ആദ്യത്തേത് കൺസൾട്ടന്റ് VDC ആണ്. ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത BTech ഓർ ഡിപ്ലോമ ഇൻ സിവിൽ ഓർ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. മിനിമം CGPA 60% ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് കൂടി പറഞ്ഞിട്ടുണ്ട്. 10 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. VDC ഓർ BIM റിലേറ്റഡ് ഡിസൈനിങ് ആൻഡ് മോഡലിംഗ് ആക്ടിവിറ്റീസിലുള്ള എക്സ്പീരിയൻസ്, റെവിറ്റ്, നേവിസ് വർക്സ് ആൻഡ് ഓട്ടോകാഡ് എന്നിവയിലുള്ള അറിവും എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി 55 വയസ്സാണ്. 2025 ഒക്ടോബർ 1 അടിസ്ഥാനമാക്കിയാണ് പ്രായപരിധി കണക്കാക്കുന്നത്. സെലക്ട് ചെയ്യപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം 80,000 രൂപയാണ്. അടുത്തത് ജൂനിയർ കൺസൾട്ടന്റ് IQA പ്രൊജക്ട് എക്സിക്യൂഷൻ സിവിൽ വിഭാഗത്തിലുള്ളതാണ്. ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. മിനിമം CGPA ഓഫ് 65% ആണ്. എക്സ്പീരിയൻസ് കൂടി പറഞ്ഞിട്ടുണ്ട്. റോഡ്സ് ഓർ ബിൽഡിംഗ്സ് ഓർ ഇൻഫ്രാസ്ട്രക്ചർ വർക്കുകളിൽ ക്വാളിറ്റി ഇൻസ്പെക്ഷൻ, ടെസ്റ്റിംഗ് ആൻഡ് ഫീൽഡ് ഓപ്പറേഷൻ എന്നിവയിലുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. അടുത്തത് ഇലക്ട്രിക്കൽ വിഭാഗത്തിലുള്ള ജൂനിയർ കൺസൾട്ടന്റ് തസ്തികയാണ്. ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത BTech ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. മിനിമം CGPA ഓഫ് 60% ആണ്. എക്സ്പീരിയൻസ് കൂടി പറഞ്ഞിട്ടുണ്ട്. ജനറൽ സിവിൽ വർക്കുകളിലെ EMS, ക്വാളിറ്റി ഇൻസ്പെക്ഷൻ, ടെസ്റ്റിംഗ്, ഫീൽഡ് ഓപ്പറേഷൻസ് എന്നിവയിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. ഈ 2 ട്രേഡിലുള്ള ജൂനിയർ കൺസൾട്ടന്റ് തസ്തികയിലേക്കും അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി 40 വയസ്സാണ്. അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം 37,500 രൂപയാണ്. കിഫ്ബിയിൽ 1 വർഷം ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികൾക്കും MTech യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കും എക്സ്പീരിയൻസിൽ 1 വർഷം വരെ ഇളവ് ലഭിക്കുന്നതാണെന്ന് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നാഷണൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോൺഫറൻസുകളിലോ സെമിനാറുകളിലോ പേപ്പർ വിജയകരമായി അവതരിപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്കും കിഫ്ബിയിൽ കുറഞ്ഞത് 1 വർഷം മുൻപരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്കും അഡീഷണൽ വെയിറ്റേജ് നൽകുന്നതാണെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2025 നവംബർ 12 വൈകിട്ട് 5 മണി വരെയാണ്. CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതിന്റെ നോട്ടിഫിക്കേഷനും മറ്റു വിശദ വിവരങ്ങളുമെല്ലാം CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. 2025 നവംബർ 12 വൈകിട്ട് 5 മണിക്ക് മുമ്പായി തന്നെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക.